ചുങ്കത്തറ ടൗണിൽ നിന്നുമാണ് പടക്കളവുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇന്നെത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം അത് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചയാണ്, വർത്തമാനമാണ്, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, വികസന പ്രശ്നങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഉയർന്നുവരുന്ന വിഷയങ്ങൾ, അതിന്മേലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, മാധ്യമ വാർത്തകൾ, ഇതെല്ലാം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പടക്കളത്തിലേക്ക് പതിവ് പോലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ചുങ്കത്തറ ടൗണിൽ നിന്നുമുള്ള ഈ പടക്കളത്തിൽ ഇന്ന് പങ്കുചേരുന്നത് ശ്രീ കെ സി റിയാസുദ്ദീൻ LDF, അതുപോലെ CK ഷാക്കിർ UDF എന്നിവരാണ്. അതുപോലെ ചുങ്കത്തറ നിവാസികളും പൗരാവലിയും പതിവ് പോലെ നമ്മൾക്കൊപ്പം സജീവമായി പടക്കളത്തിൽ പങ്കുചേരുകയാണ്. ഷാക്കിർ, പലതരത്തിലുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യും. പൊതുതെരഞ്ഞെടുപ്പ്, അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയം, അതിൻ്റെ ഒരു ചർച്ച തീവ്രതയൊക്കെ കൂടി വരും. അതിപ്പോൾ നാൾക്ക് നാൾ നിലമ്പൂരിൽ കൂടി വരുന്നു. ഇപ്പോൾ ഞാനിവിടെ ചുങ്കത്തറയിൽ നിൽക്കുമ്പോൾ ചുങ്കത്തറയിലെ മാർത്തോമ കോളേജിലാണ് LDF സ്ഥാനാർത്ഥി സ്വരാജ് പഠിച്ചത്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം LDF ക്യാമ്പുകൾക്ക് വലിയ ആവേശം പകരുന്നു. വലിയ അടിയൊഴുക്കുകളിലൂടെ വ്യക്തിഗതമായി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ നാട്ടുകാരൻ കൂടിയായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ LDFന് കഴിയും എന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. ആ നിലയിലുള്ള ഒരുപാട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിത്വം അദ്ദേഹം വന്നിറങ്ങിയത് മുതലുണ്ടായിട്ടുള്ള ചില ചലനങ്ങൾ, ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തുടർന്ന് അത് നിലനിർത്തി LDF പോകുന്നുണ്ട്. സ്വരാജ് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതടക്കം മറുഭാഗത്ത് വേറൊന്നുകൂടി പറയാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥി VV പ്രകാശ് ആയിരുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മുമ്പാണ് ഹൃദയസ്തംഭനം വന്ന് മരിച്ചത്. പ്രകാശ് മാറി ഇത്തവണ വീണ്ടും ഷൗക്കത്ത് വരുമ്പോൾ പ്രകാശിൻ്റെ കുടുംബം അല്ലെങ്കിൽ പ്രകാശുമായി ബന്ധപ്പെട്ട ഷൗക്കത്തെടുത്ത നിലപാടുകളൊക്കെ ചർച്ചയാവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി നാളിതുവരെ ആ വീട്ടിലേക്കൊരു സൗഹൃദ സന്ദർശനം പോലും നടത്തിയിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ വീട്ടിൽ പോയിട്ടും UDF സ്ഥാനാർത്ഥി അവിടെ പോയിട്ടില്ല എന്നതും ചർച്ചയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ അപ്പുറത്ത് സ്വരാജ് കൂടിയാവുമ്പോഴോ? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പടലപ്പിണക്കം, പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, പോലീസിലെ സംഘീവൽക്കരണം, ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ PV അൻവർ രാജിവെക്കുന്നതും ഇപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും. സ്വാഭാവികമായും വികസനവും രാഷ്ട്രീയവും ജനാധിപത്യ സംവിധാനത്തിൽ ഇതേപോലുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണം. അതാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ നാടിന് ഗുണകരം. ഈ തെരഞ്ഞെടുപ്പിലും UDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും വികസനവും ചർച്ചയാവട്ടെ. അപ്പോഴാണല്ലോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വില നടക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി അവരെ അളക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല ഇത്. സ്ഥാനാർത്ഥികൾക്ക് മെറിറ്റ് ഡിമെറിറ്റുമുണ്ട്. നമുക്ക് സ്വരാജിനെടുത്ത് അദ്ദേഹത്തിൻ്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യാം. ആരുടെ ഷൗക്കത്തിനെടുത്ത് അങ്ങനെ ചർച്ച ചെയ്താലും നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഗുണമേഖലയും മറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? 2016 അൻവർ മത്സരിക്കാൻ വരുമ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടാണ് നമുക്കിവിടെ വികസനം കൊണ്ടുവരുന്നത് പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത് നിലമ്പൂരിലെ ബൈപ്പാസ് ആയിരുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നമ്മുടെ ഇതൊരു അന്തർദേശീയ പാതയാണ്. നോക്കൂ നിങ്ങൾ, നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ അവസ്ഥ. അതുപോലെ നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ്, എൻ്റെ നാട്ടിൽ കൊണ്ടോട്ടിയിലേക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെ പിന്നെ ഗവൺമെൻറ് കോളേജ്, ഇപ്പോൾ PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കോളേജുകളില്ലാത്ത ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു. എൻ്റെ നാട്ടിലൊക്കെ ഭൂമി വാങ്ങി കെട്ടിടമുണ്ടാക്കി 2 വർഷം മുമ്പ് NAC അക്രഡിറ്റേഷനായി. ഇവിടെ ഇപ്പോഴും ഭൂമി പോലും വാങ്ങിയിട്ടില്ല. ഭരിക്കുന്നത് LDF. അതായത് അന്ന് UDF അനുവദിച്ച കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ മണ്ഡലങ്ങളിലും. ഇവിടെ മാത്രം ഇപ്പോഴും ഭൂമി വാങ്ങിയിട്ടില്ല, കെട്ടിടമുണ്ടാക്കിയിട്ടില്ല. അതേപോലെ കോളേജ് അനുവദിക്കുമ്പോൾ ആ കോളേജിന് വേണ്ട ഭൂമി കൂടി കണ്ടെത്തി അതിന് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കിയല്ലേ ഒരു പ്രഖ്യാപനം വേണ്ടത്. ഒരു പ്രഖ്യാപനം നടത്തി കല്ലിട്ടാൽ കോളേജ് ആവില്ല സാർ. അല്ല, ഒരു മിനിറ്റ്. ഇപ്പം ഞങ്ങൾ UDFൻ്റെ മണ്ഡലം എൻ്റെത്. ആ ഇപ്പോൾ ഇവിടെ LDFൻ്റെ മണ്ഡലമാണല്ലോ 9 വർഷമായിട്ട്. ആ UDFൻ്റെ നിയോജകമണ്ഡലത്തിൽ ഭൂമി വാങ്ങാം, എല്ലായിടത്തും. അത് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ എടുത്തോ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 6 ഉമ്മൻചാണ്ടി അനുവദിച്ചു. 40 കൊല്ലത്തിന് ശേഷമാണ് ഒരു കോളേജ്. ആ കോളേജുകൾ ഈ ഒരു കോളേജ് പ്രഖ്യാപിക്കുമ്പോൾ ആ കോളേജിന് പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അതിന് ഇത്ര ഏക്കർ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, ഇവിടെയാണ് ഈ കോളേജ് വരിക. ആ നിലയിൽ എന്തേ ചെയ്യാതിരുന്നൊരു സംശയം നിങ്ങൾ പറഞ്ഞതിലടക്കം അതിന് മറുപടി പറഞ്ഞതാ. ഞങ്ങളവിടെയൊക്കെ പ്രാദേശികമായി പിന്നെ സ്വാഭാവിക ഒരു നിയോജകമണ്ഡലത്തിന് അനുവദിക്കുന്നത് 6-7 പഞ്ചായത്തുകളുണ്ടാവും, മുനിസിപ്പാലിറ്റി ഉണ്ടാവും, എവിടെ വേണമെന്ന് ചർച്ച ഉണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്ത് ചർച്ച ചെയ്ത് പ്രാദേശികമായി ത്രിതല പഞ്ചായത്തോ MLA നേതൃത്വത്തിലോ ഇതേപോലെ എന്തുണ്ടാക്കും, കോളേജുകളുണ്ടാക്കും. ഇവിടെ നിലമ്പൂരിൽ 5 ഏക്കർ സ്ഥലം ശ്രീ ആര്യാടൻ കണ്ടുവച്ചതാണ്. ആര്യാടൻ കണ്ടുവച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ്. ശരത്തിന് എനിക്ക് ഒരു പക്ഷേ അത് അറിയില്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട 5-6 വികസന പ്രവർത്തനം ഞാൻ എണ്ണാം. ഈ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ 5 വികസന പ്രവർത്തനങ്ങളും
ഒന്നുപോലും നടപ്പിലാക്കാൻ ഈ 9 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരെ കഴിഞ്ഞ ദിവസം നമ്മുടെ Yes, ചർച്ചയിൽ നമ്മൾ അഫ്സലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണക്ക് പറയും. അതിനകത്ത് വരാം. ചർച്ച സമയം പ്രഖ്യാപനങ്ങളല്ലാണ്ട് Yes. വികസന പ്രവർത്തനം കൊണ്ടുവന്നത് നമ്മുടെ തൊട്ടു മുമ്പിൽ നാട് കാണി രണ്ട് വിഷയങ്ങൾ. പരപ്പനങ്ങാടി Yes, റോഡ് ഷാക്കിർ ഉൾപ്പെടെ വരാം. എന്തെങ്കിലും ഒരു മുട്ടുസൂചിയുടെ Okay. പ്രാവർത്തികമാക്കിയാൽ ഞാൻ ഈ ഈ ചർച്ച- ജനങ്ങളോട് വോട്ട് Yes, ചോദിക്കാമായിരുന്നു. ഷാക്കിറിനോട് ഇപ്പൊ ഈ അടക്കം സ്വരാജിനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാതെ തോൽപ്പിച്ച് പറഞ്ഞയച്ചതാണ്. ഇപ്പം അദ്ദേഹം ഇവിടെ ഷാക്കിർ മത്സരിക്കുന്നു. വീണ്ടും self സ്വാഭാവികമായും goal അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഷൗക്കത്ത് എങ്ങനെ അല്ല, മത്സരിക്കും? സ്വാഭാവികമായി അല്ലെന്നേ, എത്രയോ അധികം തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾക്ക് ജയവും തോൽവിയും മോശമല്ല. ഇതേ മണ്ഡലത്തിൽ അല്ല, തോറ്റ തെരഞ്ഞെടുപ്പിലെ ആളല്ലേ? ജയവും ഇതേ തോൽവിയും- മണ്ഡലത്തിൽ അല്ല, തോറ്റ ആളല്ലേ തെരഞ്ഞെടുപ്പിലെ ഷൗക്കത്ത്? ജയവും തോൽവിയും പ്രശ്നമല്ല. പക്ഷേ അല്ലേ? LDF-ന് 1000 തരംഗമുണ്ടായ വോട്ടിൽ താഴെയായിരുന്നു LDF-ന്റെ തരംഗമുണ്ടായ സ്വരാജിനെതിരായ ബാബുവിന്റെ ലീഡ്. അല്ല, ഒരു മിനിറ്റ്. ഇവിടെയോ? അല്ല, ഇവിടെ അല്ല, ഒരു മിനിറ്റ്. ഷൗക്കത്തിന്റെ ലീഡ് എത്രയായിരുന്നു? ശരത്തെ, ഷൗക്കത്ത് എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾക്കാണ് തോറ്റത്? അപ്പോൾ ജയവും താങ്കളുടെ തോൽവിയും വാദം അല്ല, ദുർബലമാകുമെന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. അല്ല, ദുർബലമാക്കല്ലേ, ജയവും തോൽവിയും സ്വാഭാവിക. ശരി. പക്ഷേ റിയാസുദ്ദീൻ. സിറ്റിംഗ് സീറ്റിൽ തോറ്റത് സ്വരാജും മേഴ്സിക്കുട്ടിയമ്മയും മാത്രമേ ഉള്ളൂ. LDF-ന് തരംഗമുണ്ടായി റിയാസുദ്ദീൻ, അദ്ദേഹമാണ് ഞാൻ മത്സരിക്കുന്നത്. yes, നിങ്ങൾക്ക് ആ ചലഞ്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. LDF അതിന് മറുപടി പറയണം. സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ നിലയിൽ ഈ മണ്ഡലം നിലനിർത്താൻ അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു. പക്ഷേ ഇടതുപക്ഷവുമായി വിയോജിച്ച് പുറത്തുപോയി. പക്ഷേ നിങ്ങൾ രാജിവെക്കാൻ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ വന്നു. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അൻവർ കളമൊരുക്കി. അവിടെ നിങ്ങൾ സ്വരാജിനെ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ UDF പ്രതിനിധി പറഞ്ഞ നിരവധി ഘടകങ്ങളുണ്ട്. അദ്ദേഹം വികസനത്തിലേക്ക് പോയി. നമുക്ക് രണ്ടാം റൗണ്ടിൽ അത് എടുക്കാം. നിങ്ങളുടെ സ്ഥാനാർത്ഥി 2025 ഈ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് തന്നെ നിലമ്പൂരിനെ നിർത്തും? എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അതിൽ വലിയ സംശയം UDF-നുണ്ട്. സ്വരാജ് വന്നാലും എന്ന നിലയിൽ അവരൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ. അവർക്ക് പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. സ്വരാജ് വന്നാലും എന്ന അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഈ അതല്ല, സ്വരാജിനെ കുറിച്ച് സംസാരിച്ചു അല്ല, UDF പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞത്. സ്വരാജ് വരട്ടെ, സ്വരാജിനെ വരാൻ അതിനൊരു വേണ്ടി ഒരു വെല്ലുവിളിച്ചവർ, നിമിഷം ഞാനത് പറയാൻ ഒരു കാരണം സ്വരാജിനെ വരാൻ വേണ്ടി ഒരുപാട് വെല്ലുവിളിച്ചവർ, ചർച്ച ചെയ്തു. ഇപ്പോൾ രാഹുൽ സ്വരാജ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു സ്വരാജിനെ നിർത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നിലവരെ UDF-ൽ നിന്ന് വന്നു. റിയാസുദ്ദീൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ CPIM-ന് ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പരസ്യമായി വെല്ലുവിളിച്ചവർ തന്നെയാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന അന്ന് രാത്രി തലയിൽ മുണ്ടിട്ട് ഒരു നിലക്കും ഒരർത്ഥത്തിലും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ഈ പറയുന്ന അൻവറിൻ്റെ വീട്ടിലേക്ക് ദൂതനായിട്ടോ അല്ലാതെയോ കടന്നു ചെന്നത്. അപ്പോൾ എത്ര കണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ UDF-ഉം കോൺഗ്രസും ഇവിടെ ഭയപ്പെടുന്നുണ്ടോ എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വർഷങ്ങൾക്ക് ശേഷം CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ ഈ മണ്ണിൽ നിന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനവിധി തേടുന്നു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിലാകെയുള്ള ജനങ്ങൾ അത്യാവേശത്തോടു കൂടിയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുള്ളത്. ഈ നിലമ്പൂർ മണ്ഡലത്തിന് പുറത്ത് നിന്ന് ഈ സംസ്ഥാനത്താകെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, രാഷ്ട്രീയ ഭേദമന്യേ വളരെ കൃത്യമായി സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. എഴുത്തുകാരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരും. ഇവിടെ നടന്ന ഒരു പ്രവർത്തനത്തിൽ ഒരു മീറ്റിങ്ങിൽ, ഒരു ഹാൾ മീറ്റിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതിനകത്ത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര തന്നെ, ഞാൻ ഈ മണ്ഡലത്തിലായിരുന്നുവെങ്കിൽ എൻ്റെ വോട്ട് സ്വരാജിനാകുമായിരുന്നു, ഒരു പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല, സ്വരാജിനെ വോട്ട് ചെയ്യും എന്ന് ഞാൻ പറയുന്നതിൽ എൻ്റെ വിശ്വാസം ഒരിക്കലും ആ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു കാലത്തും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ്. അതൊരു ഉറപ്പാണ്. ഒരു പക്ഷേ ഈ സംസ്ഥാനത്ത് മറ്റ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രിയ സുഹൃത്തിൻ്റെ പാർട്ടിയിലെ ബഹുമാന്യനായ നിലമ്പൂരുകാരനായ MP ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വരാജ് എന്ന വ്യക്തിയോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളോട് വളരെ കൃത്യമായി യോജിക്കുന്നവരാണ് അപ്പുറത്ത് നിൽക്കുന്നവരും എന്ന കൃത്യമായ ധാരണ തന്നെയാണ്. അത് ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം തീർച്ചയായും സ്വരാജിന്റെ വ്യക്തിത്വം മുൻനിർത്തി മാത്രം അല്ലല്ലോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ശരി, ഏതായാലും രണ്ട് ഭാഗത്തു നിന്നും ഇരു മുന്നണികളും അവരുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. അതിൽ തന്നെയും സ്വാഭാവികമായി നമ്മളുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ആദ്യ റൗണ്ടിൽ ഞാൻ സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പിൽ ഇവരെന്തൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകും, ചർച്ചയുണ്ടാകും, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ആ ഒരു റൗണ്ടിൽ നിന്ന് വികസനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. ചുങ്കത്തറ, എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത്? എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എൻ്റെ പേര് ഷബീർ, ഞാനിവിടെ ഒരു വോട്ടറാണ്. എൻ്റെ ചോദ്യം, ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്പം
നിലമ്പൂർ എല്ലാവരും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോഴാണ് അറിയപ്പെട്ട് തുടങ്ങിയത് നിലമ്പൂർ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഇവിടെ എവിടെയും ഇല്ല. എല്ലാവർക്കും കൂടെ അറിയണം. ഇപ്പോൾ ഈ ഇരു മുന്നണികളോടാണ് ചോദ്യം, അതിന് ഇവിടെ എന്ത് ചെയ്തു? ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് ചുങ്കത്തറയുടെ കാര്യമാണോ അതോ അല്ലല്ല, നിലമ്പൂർ ജില്ലാ ആശുപത്രി കണ്ടു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വേണ്ടപ്പെട്ട ഒരു സൗകര്യം ഇല്ല. ഓക്കെ. അപ്പം അതിനു വേണ്ടി ഇരു മുന്നണികളും ഇത്രയും കാലം ഇവിടെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇടതു മുന്നണി 9 വർഷക്കാലമായി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഭരിക്കുന്നു. അവരെന്ത് ചെയ്തു, എന്ത് ചെയ്യും? ഓക്കെ, വേറെ ആരാണ്? UDFിൻ്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾ നിലമ്പൂർ നിവാസികളാണ്. കഴിഞ്ഞ ഒരു 35 വർഷക്കാലം ശ്രീ ആര്യാടൻ മുഹമ്മദ് ഇവിടെ MLA യും മന്ത്രിയുമായിരുന്നു. ഞങ്ങളൊക്കെ ഒട്ടേറെ ആവശ്യങ്ങളുമായിട്ട് വികസന പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അയാൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ഡയറിയിലുണ്ട്, ഒന്നും പ്രാവർത്തികമായിട്ടില്ല. ഈ 35 വർഷക്കാലത്തിനുള്ളിൽ ആകെ നടപ്പിലായത് ഒരു കൈപ്പിനി പാലം മാത്രമാണ്. അതാകട്ടെ കഴിഞ്ഞ 19 പ്രളയത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു. ഇവിടെ നിരവധി പാലങ്ങൾ LDFൻ്റെ കാലത്ത് നിർബന്ധിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു കേടും പറ്റിയില്ല. ഇപ്പോൾ UDF പ്രതിനിധി ഇവിടെ ജയിച്ചാൽ വികസനത്തിൻ്റെ ഒരു പെരുമ്പറയാണ് എന്നുള്ള പ്രചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിതാവിൻ്റെ കാലത്ത് നടത്താൻ കഴിയാത്ത വികസനങ്ങൾ മകൻ ജയിച്ചാൽ നടത്താൻ കഴിയുമോ? അത് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ നേരത്തെ പറഞ്ഞൊരു നിലമ്പൂരുകാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞല്ലോ, ഒരു വോട്ടർ എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തും? സ്ഥാനാർത്ഥികളെ എങ്ങനെ വിലയിരുത്തും? സ്ഥാനാർത്ഥികളെന്ന് വെച്ചാൽ മികവുറ്റ സ്ഥാനാർത്ഥി ഈ രണ്ടുപേരെ അപേക്ഷിക്കുമ്പോൾ സ്വരാജ് തന്നെയാണ്. ഇപ്പോൾ ചാനൽ പ്രവർത്തകരൊക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ 10 പേര് കൂടുന്നിടത്തെല്ലാം മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ അതിൽ 7 പേരും സ്വരാജിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് അതിൻ്റെ നൽകും എന്നുള്ളതാണ് എൻ്റെ. യെസ്, നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാനുള്ളൊരു ത്വര തരുന്ന കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താം, പറഞ്ഞോളൂ. എൻ്റെ സുഹൃത്ത് പറഞ്ഞ് പറഞ്ഞു കേട്ടു, നിലമ്പൂർ ഹോസ്പിറ്റലിന് എന്ത് കിട്ടിയെന്ന്. അതായത് 9 വർഷമായിട്ടുള്ളൂ, ഇടത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുങ്കത്തറ പഞ്ചായത്തിൽ വോട്ടർ തന്നെയാണ് ഞാൻ. അതുപോലെ മൂപ്പർ പറഞ്ഞ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ എന്ത് കിട്ടിയെന്ന്. 35 വർഷം ആര്യാടന്മാർ ഭരിച്ച മണ്ഡലമാണിത്. അതുപോലെ തന്നെ 45 വർഷം ഇന്ത്യ രാജ്യം ഓല കയ്യിലിരുന്നു. 16 വർഷമായിട്ടുള്ള BJPൻ്റെ കയ്യിലായിട്ട്. അതുപോലെ ഈ ഈ രണ്ടാം മുന്നണി വന്നു, ഇന്ന് മൂന്നാം മുന്നണി വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഇവരിപ്പോൾ പറയുന്നത് സത്യമായിട്ട് പറയാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. ഒരൊറ്റ BJPക്കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ഇതുവരെ സത്യം പറയുന്നില്ല. എന്താണ് ഈ വികസനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇഞ്ഞും അറിയില്ല. റോഡ് എന്താണ് വികസനം എന്താണ്? ഞങ്ങൾക്ക് വികസനം അനുഭവപ്പെട്ട വികസനം എന്താണ്? ഒന്നും വേണ്ട, കൈപ്പിനി പാലം 2019 പോയി. 23 ഉദ്ഘാടനം കഴിഞ്ഞു, പുതുക്കി പണിതു. തൃക്കാകുത്ത് പാലം, അതായത് നിലമ്പൂർ വൈക്കിട്ട് മുട്ടിക്കടവ് പാലം, ഇതൊക്കെ കൊടുക്കുന്നതായിരുന്നു ഈ അടുത്ത വർഷം തന്നെയാണ്. 35 വർഷം ആര്യാടന്മായ്മ ഭരിച്ച പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താ അറിയോ? മൂപ്പര് പഠിച്ച സ്കൂളാണ് മാനവേദന ഹൈസ്കൂള്. ആ മാനവേദനയിൽ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? സൗക്കത്തും പഠിച്ചിട്ടുണ്ട്, മയമാക്കിയും പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഈ 9 വർഷം കൊണ്ട് ഇപ്പോൾ പോയി കണ്ടാൽ എന്താണ് ഇവരൊക്കെ പോയി കാണുന്നത്? ഇവിടെ എന്തെങ്കിലും വികസനം പറഞ്ഞാൽ പോലെ വികസനം കൊണ്ടുവരണം. അതിൽ സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. LDF വന്നതിന് ശേഷം തന്നെ ആ റോഡുകൾ, ഹൈസ്കൂൾ മാനവേദന ഹൈസ്കൂൾ പോയി കാണട്ടവര്. ചുങ്കത്തറ GLP സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ് GLP സ്കൂള്. അതൊന്നും പോയി കാണട്ടെ. മാറ്റം ഒരുപാട് മാറ്റം തന്നെ, പോയി കാണാനുമാണ്. സ്കൂളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിട്ടൊക്കെ തന്നെയല്ലേ ഇവർ കണ്ടിട്ടില്ല. എന്താ പറയുക, മർത്തോമ, PVC ഇതൊക്കെ എന്താ പറയുക പൈസക്കാരതല്ലേ. എൻ്റെ കുട്ടികൾ പഠിച്ച സ്കൂൾ തന്നെ മർത്തോമ, അത് ഗവൺമെന്റ് അല്ല. സ്കൂളുകളൊക്കെ ഉഷാർ തന്നെ, ആശുപത്രി ഉഷാറാണ്. വേണ്ട, ഞങ്ങളെ PHC ചുങ്കത്തറ അത് പോയി കാണട്ടെ. ഇപ്പോഴും ഉണ്ടാവും ഡോക്ടർമാരവിടെ. അത് ആര് കൊടുക്കുന്നതാ? ഈ പറഞ്ഞ ചുങ്കത്തറയിലെ ആശുപത്രിയെ കുറിച്ചാണ് ചുങ്കത്തറത്തെ PHC പറയാനുണ്ടോ എന്തെങ്കിലും? നിങ്ങൾ പറഞ്ഞോട് വിയോജിക്കുക ചെയ്തത്. മൈക്കോടെ കൊടുത്തു. PHCയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ ഡോക്ടർമാരെ കൂടുന്നതും ഈ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. അല്ലാതെ LDF സർക്കാരിന്റെ ഒന്നുമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിന്റെ ഡോക്ടറെ നിയമിക്കാൻ പറ്റുമോ? അത് സംസ്ഥാന ഈ സുഹൃത്ത് പറഞ്ഞത് ഇപ്പോൾ വൈകുന്നേരത്തെ ഡോക്ടറാണ്. അത് താൽക്കാലിക ഡോക്ടർമാരാണ്. അതിന് പൈസ കൊടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്.
താൽക്കാലിക ഡോക്ടർമാർ ഡോക്ടറാണോ? ആണ്. അത് ഫണ്ട് കൊടുക്കുന്ന ഡോക്ടറാണോ? ബ്ലോക്ക് പഞ്ചായത്താണ്. അത് നല്ലതല്ലേ? ആണ്. അതിനല്ലേ ബ്ലോക്ക് അതല്ലാതെ പഞ്ചായത്ത്? UDF കൊടുത്തില്ല. ബ്ലോക്ക് പഞ്ചായത്തിനാ UDF-നാണ്. UDF-ന്റെ ഒരിക്കലാണ്. അതേപോലെയുള്ള ജില്ലാ പഞ്ചായത്ത് സാധാരണ അല്ല, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഉണ്ടോന്നുള്ളത് ഞാൻ ഒരു ചോദിച്ചോളൂ. സെക്കൻഡ്, അപ്പോൾ ഒരു ഡോക്ടറുണ്ട്, സെക്കൻഡ്, ആശുപത്രിയുണ്ട്, നാട്ടിലതുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ചോദിച്ചോളൂ. ഒരു സെക്കൻഡ്. LDF ആണോ UDF ആണോ എന്റെ താലൂക്ക് വിഷയമല്ല. ഹോസ്പിറ്റല് നമ്മുടെ ജില്ലാ ആശുപത്രി അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അല്ലാതെ ഈ LDF സർക്കാരിന്റെ എന്ത് ഫണ്ട് അവിടെ ഈ നിന്നുള്ളത്? ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എങ്ങനെയാണ്? സംസ്ഥാന ആരാ ധനകാര്യ കൊടുക്കുന്നത്? വകുപ്പ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ടാണ് ജില്ലാ അതാണെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ കൂടെ ഒന്ന് പറയരുത്. നമ്മുടെ അല്ല, പഞ്ചായത്തുകൾ അതാണ് സുഹൃത്തേ, കേരള സ്വന്തമായി സർക്കാരിന്റെ കൂടെ നടത്തുന്ന പറയുന്നത്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അല്ലാതെ വരട്ടെ. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അല്ലാതെ അവിടെ ഒരു കാർഡിയോളജിക്ക് വേണ്ടിയിട്ട് 9 വർഷമായിട്ട് ജില്ലാ പഞ്ചായത്ത് നോട്ട് ചെയ്തു. ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. ശരി, ഓരോ തന്നില്ല. മെഷീന് ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കേ. ഒരു ഡോക്ടറോ റെഡിയാക്കാൻ പറഞ്ഞു. അതിന് പോലും ഇവർക്ക് സൗകര്യമില്ല. യെസ്, അടുത്ത ആൾ. യെസ്, അതിലെ ക്രിറ്റിസിസം ഒക്കെ ഉള്ളത് നോട്ട് എൻ്റെ ചെയ്തിട്ട് പേര് ജോയി കെ ആൻ്റണി. ഞാൻ ഈ ചുങ്കത്തറ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടുത്തെ ഒരു വോട്ടറാണ്. ഇവിടെ രണ്ട് മുന്നണികൾ മത്സരിക്കുമ്പോൾ ഇവർ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. സ്ഥാനാർത്ഥികളെ നമ്മൾ വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ്, അദ്ദേഹം ഏറ്റവും നല്ല പ്രഭാഷകനാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ശേഷിയുള്ള ഒരാളാണ്. എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. ഷൗക്കത്തിനെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം, അതായത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കഴിവ് കൂടുതൽ സ്വരാജിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിന് ഘടകങ്ങളായി കാണുന്നത് എന്താണ്? അതാണല്ലോ ഈ അതിന് തെരഞ്ഞെടുപ്പിലെ ആകാംക്ഷ. അതിൻ്റെ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ വികസന കാര്യങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചോ ഒന്നും പറയാനില്ലാതെ എന്തെങ്കിലും വീണ് കിട്ടുമ്പോൾ അതെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് UDF ഈ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ഈ കാര്യമാണോ? തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ തോന്നിയത് എന്താണ്? അങ്ങനെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 1600 രൂപ വെച്ച് 62 ലക്ഷം ആളുകൾക്ക് നമ്മൾ പിന്നെ ഇവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് ആളുകൾക്ക് കൈക്കൂലി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ സാധാരണ ഒരു കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള വേണുഗോപാലാണ് പറഞ്ഞത്. അപ്പോൾ ഈ നാട്ടിലെ 62 ലക്ഷത്തോളം വരുന്ന ആളുകളെ കൈക്കൂലിക്കാരാക്കുന്ന, അതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് നോക്കിയിട്ടൊക്കെ പറയുകയാണ്. ഇപ്പോൾ വളരെ സങ്കടകരമായൊരു സംഭവം ഇവിടെ ഉണ്ടായി. ഇവിടെ വഴിക്കടവ് പഞ്ചായത്തിലൊരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരെ പിന്നെ പോയി കാണാനോ ആശ്വസിപ്പിക്കാനോ ഒന്നുമല്ല UDF-ൻ്റെ ആളുകൾ പോയത്. അവർ നേരെ വിളിച്ചു പറഞ്ഞ് ഇവിടെ നിലമ്പൂർ റോഡ് ബ്ലോക്ക് ചെയ്ത് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നാണ് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ നമ്മളെ മറ്റേ ചാമക്കാല ചാമക്കാല അടക്കമുള്ള ആളുകൾ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സംഗതി നമ്മളെ 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മരിച്ചപ്പോൾ, അല്ല 15 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുമ്പോൾ പോസ്റ്റ് മുക്കി ഓടി അല്ല പറയട്ടെ ഞാനൊന്ന് മുഴുവൻ പറയട്ടെ. അതില് പിന്നെ അന്വേഷണം നടന്നു നോക്കുമ്പോൾ ഈ പിന്നെ പ്രതി എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ പ്രവർത്തകനും പിന്നെ അയാളുടെ കൂട്ടാളിയായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞ് റോഡ് വരയ്ക്കാനും CPM-ന്റെ സമുന്നതനായ നേതാവ് പിന്നെ വിജയരാഘവനെ തടഞ്ഞു വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളാണ്. അപ്പോൾ അത് പിറ്റേ ദിവസം ഈ ആളുകളെയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നേരെ തിരിച്ചടിച്ചു. അപ്പോൾ റോട്ടിൽ എന്ത് കിട്ടിയാലും അത് എടുത്ത് തെരഞ്ഞെടുപ്പിന് അത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ജനങ്ങൾ തിരസ്കരിക്കും. അപ്പോൾ ഇതുപോലുള്ള പരിപാടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ചോദ്യം, ആര്യാടൻ മുഹമ്മദ് 35 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോൾ ഡയറിയിലുണ്ടെന്ന് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് ചെയ്യാത്ത, ഇവിടെ നടപ്പിലാക്കാത്ത എന്ത് വികസനമാണ് LDF-ന് പറയാനുള്ളത്? 35 വർഷക്കാലം ഭരിച്ചപ്പോൾ ഇവിടെ എല്ലാ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസുകൾ വന്നിട്ടുണ്ട്, എല്ലാ പഞ്ചായത്തിലും KCB-യുടെ സെക്ഷൻ ഓഫീസുകൾ വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ഒരു സർക്കിൾ KCB ഓഫീസുകൾക്ക് സർക്കിൾ ഓഫീസ് നിലമ്പൂരിന് മാത്രമായി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വികസനങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തിൽ പരപ്പനങ്ങാടി വഴിക്കടവ് പരപ്പനങ്ങാടി റോഡിന് വലിയൊരു സംഖ്യ നീക്കിവെച്ച് പ്രവർത്തനം തുടങ്ങി.
പാതി വഴിയിൽ വെച്ച് ഇത് ആര്യാടൻ കൊണ്ടുവന്നതാ, അതുകൊണ്ട് ആ വികസനം വേണ്ട എന്ന് പറഞ്ഞ് ഫണ്ട് മുടക്കിയ ആളുകളാ LDFന്റെ ആളുകൾ. ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണി എന്നുമുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷം ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്, കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ടപ്പോൾ പോലും ഇവിടെ പരാജയം നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും, നിങ്ങൾക്ക് വേവലാതി ഉണ്ടാവും, ഞങ്ങൾക്കറിയാം. ഷൗക്കത്ത് വികസനത്തിന്റെ നിങ്ങൾ പറയുമ്പോ ആര്യാടൻ ഷൗക്കത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ നിന്ന ആളാ. അയാളാണ് മത്സരരംഗത്തേക്ക് കടന്നിട്ടുള്ളത്. ഇവിടെ 9 വർഷക്കാലം പ്രളയം നടന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഇവിടെ ഉരുൾ പൊട്ടിയപ്പോഴൊക്കെ ആര്യാടൻ ഷൗക്കത്ത് ഒരു സ്ഥാനവും ഇല്ലാഞ്ഞിട്ടും പാവങ്ങൾ സഹായിക്കാണ്ടായിരുന്നു. ഇവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥി പോവുകയല്ലാതെ ഇവിടെ വന്നോ, ഇവിടെ എറണാകുളത്ത് സെറ്റിലാണെന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറ മത്സരിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഖാവിന് എന്തേ തൃപ്പൂണിത്തുറ രണ്ടാമത് കിട്ടാതിരുന്നത്? ആരെ തോൽപ്പിച്ചത്? വികസനം വളരെ സജീവമായി കടന്നു വരുന്നു. രണ്ടു ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ UDFന്റെ ഭാഗത്ത് നിന്ന് പറയേണ്ടതായിട്ടുള്ള മറുപടികളും വിശദീകരണവും എന്താണ്? അല്ല, വളരെ മനോഹരമായി. ഇപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞത് നമുക്കിഷ്ടം, UDFന് ഇഷ്ടം ഒന്ന് വികസനം ചർച്ചയാവുക, നല്ല വികസനങ്ങൾ ചർച്ചയാവുക, രാഷ്ട്രീയം ചർച്ചയാവുക. വിവാദങ്ങൾ ചർച്ചയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിവാദം ചർച്ചയായത് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല. സത്യസന്ധമായി ചർച്ച നടക്കട്ടെ. ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞതിന് മറുപടി നേരത്തെ ഒരു കൃത്യമായ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് പിന്നെ താലൂക്ക് ആശുപത്രി നടത്തുക, ജില്ലാ പഞ്ചായത്താണ് ജില്ലാ ആശുപത്രി നടത്തുക. അത് സർക്കാരിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി വെക്കുന്ന ഈ സാധുക്കളൊക്കെ ധരിച്ച് വെച്ചേക്കുന്നത് ഈ പിണറായിയുടെ ദുർഭരണത്തിനിടയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടിയല്ലോ എന്നുള്ള നിങ്ങൾ നോക്ക്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എല്ലാ പാർട്ടിക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കറണ്ടിൻ്റെ ചാർജ് എല്ലാ മാസവും കൊടുക്കണ്ടേ? എത്ര ഇരട്ടിയാണ് ഇവർ വർദ്ധിപ്പിച്ചത്? എത്ര ഇരട്ടിയാണ്? നമ്മളെല്ലാ മാസവും വെള്ളക്കരം അടക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചാർജ് 300 ഇരട്ടി. എത്ര ഇരട്ടിയാണ്? 300 ഇരട്ടി. ഞാനും നിങ്ങൾ CPM, ലീഗ്, കോൺഗ്രസ് ഒക്കെ കൊടുക്കണില്ലേ? കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ DYFIയുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, CPMലൊക്കെ ആളുകൾ. നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഇവിടെ മരിച്ചു. ആ മരിച്ചത് വിവാദമാക്കാനല്ല. അങ്ങനെ ഒരു അപകടമുണ്ടായാൽ സർക്കാരിൻ്റെ അനാസ്ഥയാണ് എന്ന് കൃത്യമായി അവരുടെ അമ്മ ഉൾപ്പെടെ എന്ന് പറഞ്ഞു. DYFIയും CITU CPM നിങ്ങളാണ് പ്രതിപക്ഷത്തെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇവിടെ ആകെ കുഴപ്പാക്കൂലേ, കച്ചറാക്കൂലേ? നിങ്ങൾ നോക്ക്, ആ വിഷയം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്യും, ഇതിൻ്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യും. ആരാണ് ജനക്ഷേമ ഭരണം നടത്തുന്നത്? കറണ്ട് ചാർജ്, വെള്ളക്കരം, അങ്ങനെ എല്ലാ മേഖലയിലും ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇത് ലീഗുകാർക്ക് മാത്രമല്ലല്ലോ. ഈ സുഹൃത്ത് ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും കറണ്ട് ചാർജ് കൂട്ടിയില്ലേ? ഒരു തവണയാണോ? വെള്ളക്കരം കൂട്ടിയില്ലേ? ഭക്ഷ്യസാധനം എല്ലാത്തിനും വില കൂട്ടിയില്ലേ? എന്തിനാ വില കൂട്ടുക? പെർമിറ്റ് ഫീ കൂട്ടിയില്ലേ? ഭൂനികുതി കൂട്ടിയില്ലേ? ചെറിയ പൈസ അല്ല, കാലോചിതമായി 5 പൈസ 10 പൈസ 5 റുപ്യ 10 റുപ്യൊക്കെ കൂടും. ഇത് 300 ഇരട്ടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലേ? എനിക്ക് ഉറപ്പാണ് ഇവിടെ ചോദ്യം ചോദിച്ച CPM സുഹൃത്തുക്കൾ ഈ 19-ാം തീയതി ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഷെയ്ഡി തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ എന്താവും LDFന്റെ മറുപടി? ആദ്യം ഇവിടെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സമയം തരണം. ഒന്ന്, കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ PHCകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഡോക്ടർ ഉണ്ടായിരുന്ന, മരുന്നില്ലാതിരുന്ന, ചികിത്സ ഇല്ലാതിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേരളത്തിലെ ആകെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അപ്ഗ്രേഡ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. സുഹൃത്ത് മനസ്സിലാക്കണം. നിങ്ങളിവിടെ എടക്കരയിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പോത്തുകലിലോ ഇവിടെ ചുങ്കത്തറയിലോ മാത്രമല്ല, കേരളത്തിലെ ആകെ നോക്കൂ, 100 കണക്കിന്, ഇനി വിരലിലെണ്ണാവുന്ന PHCകൾ ഒഴികെ എല്ലാം ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി അപ്ഗ്രേഡ് ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് PHCയിൽ ആഴ്ചയിൽ 1-2 ദിവസം ഡോക്ടർ വന്നിരുന്ന സാഹചര്യമല്ല. ഇപ്പോൾ മരുന്ന്, ചികിത്സ കൃത്യമായിട്ട് എല്ലാ ആശുപത്രികളിലുമുണ്ട്. ആൾ പോയ ആദ്യം തന്നെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് എടുത്ത് നെഞ്ചത്ത് വെക്കില്ല, കൈ ഒന്ന് ചുറ്റും, BP ഒന്ന് നോക്കും, ഷുഗർ ഒന്ന് നോക്കും, മരുന്ന് വേണിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട, സബ് സെൻറ്റർ വഴി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. നോക്കൂ, കേരളത്തിൽ ലോകത്തിനാകെ മാതൃകയായി കോവിഡിനെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ കഴിയുന്നത് ഈ സുശക്തമായ ജനകീയ ആരോഗ്യ സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് ആദ്യം സുഹൃത്ത് മനസ്സിലാക്കുക. ബ്ലോക്ക് പഞ്ചായത്തല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, മറ്റൊന്ന്, ജില്ലാ ആശുപത്രിയിലേക്ക് എന്തൊക്കെ കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം, ഞാൻ അടുത്ത ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും എനിക്കറിയാവുന്നത്, ഇവിടെ ശിശു വിഭാഗത്തിന് വേണ്ടി മാത്രം ഈ ഗവൺമെൻറ് കൊടുത്ത 165 കോടിയാണ്.
ആ ആശുപത്രി വലിയ രീതിയിൽ വികസനത്തിൻ്റെ പാതയിലാണ്. പരിമിതികളുണ്ട്. 35 വർഷത്തെ ഭരണപരാജയം മറച്ചു വെക്കുന്ന രീതിയിൽ ഇതിനെ പർവ്വതീകരിക്കുകയും നടന്ന വികസനങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നതിനോട് രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. എന്താ വെച്ചാൽ, എന്താണ് ആര്യാടൻ കൊണ്ടുവന്നത്? ആര്യാടൻ വില്ലേജ് ഓഫീസ് കൊണ്ടുവന്നില്ലേ, പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുവന്നില്ലേ? സുഹൃത്തെ, കേരളത്തിൽ എല്ലായിടത്തും വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഉണ്ട്. അത് ആരെയാണ് കൊണ്ടുവന്നതല്ല. അല്ല, ഞാൻ നിങ്ങളുടെ അറിവില്ലായ്മയെ അല്ല, വില്ലേജ് ഓഫീസ് അതിനൊന്നും നിൽക്കണ്ട. അല്ല, താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയാനാണ് നിൽക്കുന്നത്. അങ്ങനെ അതിനൊരു ക്ഷമ കാണിക്കണം. നിൽക്ക്. ആഹാരിയാടം കൊണ്ടുവന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും നോക്കൂ, അതല്ല ഈ കേരളത്തിലാകെയുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലാകെയുള്ള വികസനങ്ങളെ എടുത്തു പറയാനൊന്നും ഇല്ലാതെ ഇവരുടെ ദുര്യോഗം മനസ്സിലാക്കണം. 3.5 പതിറ്റാണ്ട് കാലം, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, 3.5 പതിറ്റാണ്ട് കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA മാത്രമല്ല, മന്ത്രിയായിട്ടുള്ള ആളാണ്. ഇതൊക്കെ മന്ത്രിയായിട്ടുള്ള ആൾ ഇപ്പൊ കരഞ്ഞല്ല, മന്ത്രിയായിട്ടുള്ള ആളാണ്. ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒന്നുമില്ല, ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിന്റെ ആകെ വികസന കുതിപ്പിനൊപ്പം നമുക്ക് വരാൻ വേണ്ടി പറ്റി. പിന്നെ ഒന്നൊരു വിദ്യാർത്ഥി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം, ഇതൊക്കെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് ആരാണ്? എൻ്റെ സുഹൃത്ത് പറഞ്ഞു പാതിരാത്രി നോക്കൂ, പുലരുവോളം ചേതനയറ്റ ആ പിഞ്ചുമകൻ്റെ ശരീരം ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ 2 സുഹൃത്തുക്കൾ അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടേക്കൊന്ന് പോവാനല്ല, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനല്ല, ഇവിടെ സമരത്തിൻ്റെ പേരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏതെല്ലാം രീതിയിലുള്ള ആഭാസ സമരങ്ങളാണ്. പിറ്റേ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ, അതാണ് കേരളത്തിൻ്റെ നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ശക്തമായ പോലീസ് സംവിധാനം, ആഭ്യന്തര സംവിധാനം, മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ പ്രതികളെ പിടിച്ചപ്പോൾ വാർത്തകൾ പുറത്തു വന്നു. സജീവ കോൺഗ്രസ് ആണ്. ആദ്യം വിളിച്ചത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിലേക്ക് പോയത്. ആ ഒളിവിൽ പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നോക്കൂ, ഇവർ സമരത്തിന് ആഹ്വാനം ചെയ്ത് എല്ലാം പൊളിഞ്ഞില്ലേ. അപ്പൊ നുണകൾ പറയണ്ട, നടന്ന കാര്യങ്ങൾ പറയും, ചോദ്യങ്ങൾ ചോദിക്കും, ആർക്കും ഒരു പേടിയില്ല, ചോദിച്ചോളി. ഒറ്റ മിനിറ്റ്. അതായത് ഇപ്പൊ സുഹൃത്ത് പറഞ്ഞൊരു സംഗതി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കേരളക്കരയിൽ 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 വർഷം ഭരിച്ചപ്പോൾ കൊച്ചിൻ മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, 6 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ജനസമ്പർക്ക പരിപാടി, ഇങ്ങനെ ഞങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനം പറഞ്ഞുതരാം. നിങ്ങൾ കൊണ്ടുവന്നത് 700 ബാറ്, 3000 കള്ള് ഷാപ്പ്, തീറ്റ സമ്പർക്ക പരിപാടി, നോക്ക്, ഇതല്ലാണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഞാൻ എണ്ണി പറഞ്ഞല്ലോ, ഇത് UDFന്റെ ആശയം, UDF പിന്നെ വിഭാവനം ചെയ്ത പദ്ധതി, അതൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ വിഭാവനം ചെയ്ത് ഈ കേരളക്കരയിലെ നിലമ്പൂരിലെ കൊണ്ടുവന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പാതി വഴിയിൽ ഇനി ഒരിക്കലും നടപ്പിലാകില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ പിന്നെ പോയി കല്ലിട്ട് പട്ടി മൂത്രമൊഴിച്ചിരുന്ന കല്ലല്ല മെഡിക്കൽ കോളേജുകൾ. ഞങ്ങളവിടെ പാലക്കാട് ഉണ്ട്, പറഞ്ഞല്ലോ. ആ കല്ലല്ല, അതിന്റെ മുകളിൽ തറ കെട്ടി, അതിന്റെ മുകളിൽ നോക്കൂ, ബിൽഡിംഗ് വന്നു, അവിടെ പോസ്റ്റിംഗ് നടന്നു, അവിടെ ചികിത്സ തുടങ്ങി, അവിടെ ഡോക്ടർ വന്നു, മരുന്ന് വന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്താ 18 മാസത്തെ കർഷകർ വികസന പ്രവർത്തനങ്ങളാണ്. ഈ ആളുകൾ നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയോ കൊച്ചിൻ മെട്രോയോ കണ്ണൂർ വിമാനത്താവളമോ നിങ്ങളതാണോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ തലയിൽ ഏതെങ്കിലും ഒരു പദ്ധതി, ഒറ്റ പദ്ധതി ഈ 9 വർഷമായി പിണറായി വിജയന്റെ സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി പറഞ്ഞാൽ വികസനം പേടിക്കാതെ സത്യസന്ധമായി കാര്യം പറയും. ഷാക്കിറിന്റെ ചോദ്യം ഇങ്ങനെയാണ്,
രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു എന്ന് പറയപ്പെടുന്ന UDFന്റെ പദ്ധതികൾ, അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അത് വിഴിഞ്ഞമടക്കം പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. നിങ്ങളായി തുടങ്ങിയത് ഏത് എന്ന ചോദ്യമാണ്. പദ്ധതി പറയും 9 വർഷമായിട്ട് ഇതേപോലെ നല്ല പദ്ധതി ഈ കേരള മഞ്ഞക്കുറ്റി കുറെ ഇട്ടതല്ല, വികസനം ഉണ്ടത്. ചോദ്യം കഴിഞ്ഞല്ലോ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയപാത പൂർത്തീകരിക്കുന്നു. ഗെയിൽ പദ്ധതി, ഇവർ പറഞ്ഞ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി, പാതി വഴിയിൽ നിർത്തിയ പദ്ധതി പൂർത്തീകരിക്കുന്നു. ഈ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കല്ലല്ല വിഴിഞ്ഞം. നിങ്ങളവിടെ പോയി കപ്പൽ വന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്ന് നെങ്കൂരിടുക. വികസന പ്രവർത്തന ഭാരമായി മുന്നോട്ട് നോക്കൂ. കൊച്ചി മെട്രോ ഈ നിലയിലേക്ക് എത്തിച്ചു. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക്കായി. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക്കായി. ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിപ്പോയിരുന്ന സ്കൂളുകൾ കാലം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരാണ് ദേശീയപാതയുടെ അവസ്ഥ എന്താ? രണ്ട് ഭാഗവും വന്നു. വാട്ടർ മെട്രോ ദേശീയപാതന്റെ അവസ്ഥ എന്താ? ക്രെഡിറ്റ് എടുക്കാൻ നിന്നല്ലേ? ഇപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് എടുക്കാനില്ല. കേന്ദ്ര സർക്കാരിന്റെ തലയിൽ തന്നോ? എപ്പോഴെങ്കിലും തന്നോ? അവിടെ ഒരു കുഴി വന്നപ്പോ അല്ല, ഈ കുഴി വരുന്നതിന്റെ മുമ്പേ ദേശീയപാതയുടെ കേന്ദ്ര ഗവൺമെന്റാണ്. അപാകതകളുണ്ട്. വികസനം പല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി ആര് കൊടുത്തതാ? വിഴിഞ്ഞം പദ്ധതി ആര് കൊടുത്തതാ? ഉമ്മൻചാണ്ടി സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി കൊടുത്തത്. നിങ്ങൾ അതിന്റെ ഉദ്ഘാടനം ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അപാകതകൾ പൂർത്തീകരിക്കും. ശരത്തെ, ഇപ്പോഴതേ മറുപടി ജനങ്ങൾ കേട്ടല്ലോ. പിണറായി സർക്കാർ 9 വർഷം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി ചോദിച്ചിട്ട് ഒരൊറ്റന്ന് പറയാനില്ല. അതായത് വിഴിഞ്ഞം തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കേരളത്തിലെ സ്കൂളുകളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും പാലങ്ങളും റോഡുകളും ഈ ദേശീയപാത ഉൾപ്പെടെ വിഴിഞ്ഞം ഉൾപ്പെടെ ദേശീയപാതയാണ്. ചോദിക്കുന്നെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ദേശീയപാത എന്തായെന്ന് എന്നോട് ചോദിക്കണ കയ്യിൽ പങ്കുണ്ടെന്ന് മനസ്സിലായല്ലോ, ബോധ്യമായല്ലോ. അതന്നെയാണ് അതിനുള്ള ഉത്തരം. അപാകതകൾ പരിഹരിക്കും, പൂർത്തീകരിക്കും. പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, നടക്കില്ല പറഞ്ഞല്ലോ, അത് നടപ്പിലാക്കി കാണിക്കും. ആര്യയുടെ മുഹമ്മദ് 35 വർഷം കൊണ്ടുവന്നതല്ലാത്ത എന്തെങ്കിലും ചെറിയ റോഡോ പാലോ അല്ലാതെ എന്തെങ്കിലും ഒന്നും കേൾക്കുന്നു കാണിച്ചു തരാൻ പറ്റുമോ? 9 വർഷം ഹോസ്പിറ്റലിന്റെ ക്രെഡിറ്റ് എടുക്കാൻ എല്ലാവരുടെ അവസരത്തിലേക്ക് പോകണം. ആര്യയുടെ മുഹമ്മദ് ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയ KSRTC ബസ് ടെർമിനൽ ഇന്നും അതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ അവിടെ കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ നവീകരിക്കണം എന്നാണോ? നവീകരിക്കണം ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നിലമ്പൂർ ബൈപ്പാസ്. ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് നമ്മുടെ ട്രാഫിക്. നിലമ്പൂര് ഏത് സമയത്ത് പോയാലും, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഏത് സമയത്ത് പോയാലും ഭയങ്കര ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂരെ ജനതയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച് അവിടെ നിന്നല്ലാതെ ഒരു പ്രവർത്തനം അതുമായി മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ്, നമ്മുടെ ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ എന്താണ്? ആ തുടങ്ങിയ സമയത്ത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി ചർച്ച ചെയ്താൽ വളരെയായിരിക്കും. അതിന് ഉത്തരം പറയാനുണ്ടോ? കോൺഗ്രസ്സുകാർ ചോദിക്കണം, ആ 35 കൊല്ലത്തെ ആ ഡയറി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ഞങ്ങൾക്കൊന്ന് കാണാൻ പോകുന്നുണ്ട്. എവിടെ കാണിച്ചു ഞങ്ങളിവിടെ അവസരം തരണ്ടേ? അവസരം തരണ്ടേ? ഇവിടെ അവസരം തരണ്ടേ? ഓപ്പണേറ്റ് കൊടുക്കേ 35 കൊല്ലത്തെ ഡയറി പറയണ്ടേ? ബണ്ടേ കാണിച്ചു കൊടുക്കേ 35 കൊല്ലത്തെ ഡയറി. ആര്യയുടെ ഡയറി മാത്രം കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് LDFന്റെ സുഹൃത്ത് ഒരു ചോദ്യം, LDFന്റെ പ്രതിനിധിയോട് ചോദ്യം, ഒരു ചോദ്യം ഉത്തരം കിട്ടിയിട്ടില്ല.
നിലമ്പൂർക്കാർ, ചുങ്കത്തറക്കാർ, ഇടക്കരക്കാർ, വഴിക്കടവുകാരൊക്കെ ഏറ്റവും പ്രയാസപ്പെടുന്നതാ. ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ചുങ്കത്തറ നിലമ്പൂർ കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്താം. ചുങ്കത്തറ നേരെ പുറപ്പെട്ട് നിലമ്പൂരിൽ നിന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ 3/4 മണിക്കൂർ സമയം വേണം. പരപ്പനങ്ങാടി വഴിക്കടവ് റോഡ് ആര്യാട് മുഹമ്മദ് കൊണ്ടുവന്ന ആ റോഡ് വീതി കൂട്ടി ചെയ്യാൻ വേണ്ടി അവർക്ക് നിർത്തിവെച്ചത് LDF ഗവൺമെന്റാ. ഈ 9 കൊല്ലക്കാലം കൊണ്ട് എന്തേ നിങ്ങൾ വികസനം ചെയ്യാതിരുന്നത്? ഈ നാട്ടിലെ ആളുകളെ കൊല്ലാക്കൊല ചെയ്യിച്ചത് ഇവിടുത്തെ LDF ഗവൺമെന്റാ. പല ആളുകളും ബ്ലോക്കിൽ പെട്ടിട്ട് അപകടത്തിൽപ്പെട്ട ഒട്ടനവധി കേസുകളുണ്ട്. എന്താ നിങ്ങൾ ചെയ്യാതിരുന്നത്? എന്തായാലും ആര്യാടന് 3.5 പതിറ്റാണ്ട് കൊടുത്തില്ലേ? ഞങ്ങൾക്ക് ഒരു പതിറ്റാണ്ടായില്ലല്ലോ. 3.5 പതിറ്റാണ്ട് ആര്യാടനെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു കൊല്ലം കൊണ്ട് ഞങ്ങളൊരു തവണയും കൂടെ തരൂ, തീരുമാനമാക്കി തരാം. 3.5 പതിറ്റാണ്ട് കൊണ്ട് ആര്യാടന് കഴിയാത്തത് ഒരു അവസരം നിങ്ങൾക്ക് 9 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ 35 വർഷത്തിന് ജനങ്ങൾക്ക് പറ്റി പോയതല്ലേ? UDF-ന്റെ 35 വർഷവും ഇതിൽ യഥാർത്ഥത്തിൽ വേറെ ഉണ്ടോ? കമന്റ് ഉണ്ടോ? റിയാസുദ്ദീൻ, ഈ തെരഞ്ഞെടുപ്പ് അതിനുശേഷം കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മാസങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ പുതിയ MLA-ക്ക് നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ടതായി വരുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് പക്ഷേ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെല്ലുവിളിയാണോ അതോ നിങ്ങൾക്ക് ആവേശം പകരുന്നതാണോ? രാഷ്ട്രീയമായ ചോദ്യമാണ് രണ്ടുപേരിലേക്കും. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാവും. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ 9 വർഷക്കാലത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് ഞങ്ങൾ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതോടുകൂടി തീർച്ചയായും ഈ നിലമ്പൂരുകാരനായ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള കേരളത്തിലെ പുരോഗമന വിശ്വാസികളുടെ അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ മനസ്സുകളുടെ ആവേശമായ സ്വരാജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ നിലമ്പൂരിൽ നിന്ന് ഇവിടെ വിജയിക്കുന്നതോട് കൂടി തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനെ തുടർന്ന് 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാമതൊരു അവസരത്തിലേക്ക് തുടർച്ചയായി മൂന്നാമത് ഒരു ഭരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും. തീർച്ചയായും ഈ രാജ്യത്തിനാകെ നീതി ആയോഗ് ഉൾപ്പെടെ പറയുന്ന പോലെ മാതൃകയായി വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളിൽ നോക്കൂ, ശിശു മരണനിരക്കില്ലാത്ത, മരണനിരക്കില്ലാത്ത അടിസ്ഥാന മേഖലകളിലെല്ലാം വികസനത്തിൻ്റെ സൂചിക തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലായി അത് മാറും. തുടർച്ചയായി ഈ ഗവൺമെൻറ് 3-ാം അംഗത്തിലേക്ക് പോകും. റൈറ്റ്. ഇവിടെ ഷാക്കിറിനെ സംബന്ധിച്ച് ഷാക്കിർ അടിപാടില്ല അവര് പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് സുഹൃത്തെ കാണിക്കണം. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, ഇവർ പറയുന്നത് കൂടി കേൾക്കണം. അല്ല, അതിനിടയിൽ കയറി സംസാരിച്ചത് കൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ UDF പ്രതിനിധിയോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട പ്രതിനിധി അറിയാണ്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അൻവർ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഇവിടെ ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് ശരിയല്ല. പൂച്ചക്കുത്ത് 3 അമ്പുണ്ടാക്കിയിട്ടുണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അത്ര നിസ്സാരല്ല. പിന്നെ അതുപോലെ കഴിഞ്ഞ 9 വർഷം അൻവർ ഇവിടെ ഉണ്ടായിട്ടില്ല. 3 വർഷം ഗാനിയില്ല. പക്ഷെ അങ്ങനെയുള്ള അൻവറുമായി ഒരു രാഷ്ട്രീയ സഹകരണത്തിലേക്ക് പോകാൻ പരമാവധി ശ്രമിച്ചത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടം രാത്രിയിൽ പോയും UDF-നെതിരാകരുത് അൻവർ എന്ന് അവസാനം വരെ പറഞ്ഞത് എന്തിനാണ്? CPM-ന്റെ ചോദ്യം ഷാക്കിറിനോട്. അത് CPM-ന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ ഒരു ചെറിയ ഭീകരമായി പറയുന്ന തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ഈ സുഹൃത്തിന് തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉഷാറാണ് കേരളം എന്നാണ് പറയുക. നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ 3.5 കോടി ജനങ്ങളുള്ളൂ. 20 കോടി ജനങ്ങളുള്ള പിന്നെ സ്റ്റേറ്റുകളുണ്ട്, അതിൽ താഴെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ എവിടെ അറിയോ? കേരളത്തിലാണ് 7 ലക്ഷം. ഒരു മിനിറ്റ്. ഏറ്റവും കൂടുതൽ കോവിഡ് പിടിച്ച ആളുകൾ മരിച്ചത് എവിടെ നിന്ന് അറിയോ? ഈ കേരളത്തിലെ 70,000 ആൾക്കാർ. ഇപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗുജറാത്തിലെ മരിച്ചതിന് കണക്കില്ല. UP-യിലെ മരിച്ചതിന് കണക്കില്ല. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സംവിധാനം ശക്തമായതുകൊണ്ട് പനി വന്നാൽ രജിസ്റ്റർ ചെയ്യും, മരണം വന്നാൽ രജിസ്റ്റർ ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതില്ല. ഉറപ്പല്ലേ? ഇത് ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ഈ ആളുകളും ഈ നാളെ കൈരളി സംരക്ഷണ ആളുകൾ സ്വാഭാവികല്ലേ? ഞാൻ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലാണ്. അപ്പൊ അത് ഇപ്പോഴും പറയും
കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഒന്നാമത് നിങ്ങൾ ആണെന്നേ, നോക്ക്, എന്താ ചെറിയ സംശയം? അസുഖം അല്ല, തെറ്റാണ്. അല്ല. ആണ് ഡാറ്റ അല്ല. കറക്റ്റ്. പുതിയ ഞാൻ നോക്കി, കേന്ദ്ര 70,000 ആഭ്യന്തര ആളുകൾ. മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക് വന്നിട്ട് ഒരു മാസം പോലും ആയില്ല. നമുക്കറിയാം, 21 നമ്മുടെ ലക്ഷം മുഖ്യമന്ത്രി വൈകുന്നേരം വാർത്തകൾ ചാനലിൽ മരണമാണ് കവർ ചെയ്ത് വെച്ചത്. അതിപ്പോൾ പുറത്തു വന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. പ്രാഥമിക നമ്മുടെ രാഷ്ട്രീയമല്ല. ഒരു മിനിറ്റ് ചരത്തെ ഒന്ന് നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കണില്ല. നിങ്ങൾ പറഞ്ഞോളൂ. അത് ഞാനൊരു നിങ്ങൾ fact ഞാൻ share പറഞ്ഞു ചെയ്തതാ. കഴിഞ്ഞിട്ട് നിങ്ങൾ ആളുകളുണ്ട്, ഇദ്ദേഹം പറഞ്ഞോളൂ. പറയാലോ. ഞാനൊരു ഞാൻ fact പറയുന്നത് പറഞ്ഞതാ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഞാൻ കൃത്യമായ കണക്ക് ഉൾപ്പെടെ പറഞ്ഞു. നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും, നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും. നമ്മുടെ ഗവൺമെന്റ് കണക്കുണ്ട്. അതേപോലെ പ്രാഥമിക ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമതാണ്. ഇപ്പോൾ ആയതല്ല. ഇവിടെ ജലദോഷം പിടിച്ചാൽ CPM നേതാക്കന്മാർ ഒന്നുകിൽ ചെന്നൈക്ക് പോകും അല്ലെ അമേരിക്കയ്ക്ക് പോകും. നോക്കൂ നിങ്ങൾ, ആരോഗ്യ രംഗത്ത് റിയാസെ ഒന്നാമതാണെന്ന് പറയുന്ന കേരളം. അതേപോലെ ഞാൻ പറയട്ടെ പൊന്നരെ, നിങ്ങൾ കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശകർക്ക് ശരത്തെ നോക്കണം, സന്ദർശകർക്ക് രോഗിയെ സന്ദർശിക്കാൻ 50 രൂപ ഫീസ് ഏർപ്പെടുത്തിയ നാണം കെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രാഥമിക ഇപ്പൊ കാരുണ്യ പദ്ധതി നിങ്ങളൊക്കെ ആശുപത്രി പോലെ ആ കാരുണ്യ ആശുപത്രി പദ്ധതിയിൽ 1400 കോടി രൂപ കൊടുക്കാണ്ടായിട്ട് ഇപ്പൊ ചികിത്സ കിട്ടണില്ലേ പാവങ്ങൾക്ക്? എന്നാൽ അത്രയും അതിദയനീയമായ സാഹചര്യം കേരളത്തിലുണ്ടായിട്ട് എന്റെ റിയാസെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഉറപ്പാണ് 19-ാം തീയതി ഇവിടെ കൂടിയ CPM മുഴുവൻ ആരുടെ ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കറണ്ട് ബില്ല് ഓർമ്മ വരും, വെള്ളച്ചാർജ് ഓർമ്മ വരും, ഈ ഭൂനികുതി ഓർമ്മ വരും, ഈ ജാതി ദുരിതം മുഴുവൻ ഓർമ്മ വരും. അപ്പൊ അറിയാതെ നിങ്ങൾ പോയി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. ഒരു സംശയം വേണ്ട. എന്താണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് UDF സ്ഥാനാർത്ഥി എന്ന മികവല്ലാതെ മറ്റൊന്നില്ല. ചിരിച്ചാൽ ഉത്തരവാവില്ല. ഉൾപ്പെടെ നിങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. ഒരു മിനിറ്റ്. ഇവിടെ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വന്ന ദ ഹിന്ദുവിലെ വാർത്തയാണ് കേട്ടോ, ദേശാഭിമാനിയല്ല, ദ ഹിന്ദു. ഞാനിന്ന് വായിക്കാം. ഒഫീഷ്യൽ ഡാറ്റ ഷോസ് 19.7 lakhs excess deaths in India. 20 ലക്ഷത്തോളം വരുന്ന മരണങ്ങൾ പൂഴ്ത്തിവെച്ചു. കേരളത്തിലല്ല, ഔദ്യോഗികമായ കണക്ക് പ്രകാരം കോവിഡിനിരയായി ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട സംസ്ഥാനം 1 റിപ്പോർട്ടഡ് ഡെത്ത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ 40,000-ൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം. അപ്പൊ നുണകൾ പറയരുത്, ഡാറ്റാസ് കയ്യിലുണ്ട്. യഥാർത്ഥ കണക്കുകൾ പ്രകാരം 20 ലക്ഷത്തോളം ഇത് ഹിന്ദു പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്ത പത്രമല്ല ഹിന്ദു. ഇത് സർക്കാരിന്റെ ഒഫീഷ്യൽ രേഖയാണ്. സർക്കാരിന്റെ ഒഫീഷ്യൽ രേഖയിൽ പറയുന്നു ഏറ്റവും മോശം അതുകൊണ്ടാണ് KK ശൈലജ മന്ത്രിസ്ഥാനത്ത് മാറ്റിയത് അല്ലേ? അതവിടെ പാണക്കാട്ട് മതി. എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. ആദ്യമേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ആളുകളൊക്കെ പത്രം വായിക്കുന്നവരും മീഡിയാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവരാണ്. ഈ ഒരു വേദിയിൽ വന്നിട്ട് കളവ് പറയരുത്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. വേണമെങ്കിൽ ഈ കോവിഡിന്റെ കണക്ക് നിങ്ങൾ ഫോണുണ്ടോ? നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണില്ലേ? അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അടിച്ചാൽ അതൊരു റിക്വസ്റ്റ് ആണ്. ലീഗിന്റെ കോൺഗ്രസിന്റെ അല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ കിട്ടും. നിങ്ങൾ കളവാക്കല്ലേ? ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങളിലേക്ക് രാഷ്ട്രീയ വഞ്ചകരാണ് UDF എന്ന് അൻവർ പറയുകയുണ്ടായി. ഞാൻ പറയുന്നതല്ല, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ഈ അൻവറിനെ, പാവം അൻവറിനെ ഈ അവസ്ഥയിലാക്കി പിന്നെ ഞങ്ങളെ മുന്നണിയിൽ എടുക്കാം എന്ന് പറഞ്ഞ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ നിങ്ങളെ UDFനാണ്. UDFൻ്റെ നേതാക്കന്മാരാണ് അദ്ദേഹത്തെ ഈ രൂപത്തിൽ പിന്നെ പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അങ്ങേര് തന്നെ പറയുന്നു ചവിട്ടി പുറത്താക്കി തെരുവിലേക്ക് ഇട്ടു. അങ്ങനെ ഒരു രാഷ്ട്രീയ വഞ്ചന അദ്ദേഹത്തോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയ വഞ്ചനയെ കുറിച്ച് ഒരു ചോദ്യം നിലമ്പൂരിലാണ്. ഷാക്കിർ, അതടക്കം താങ്കളുടെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ് ഈ ചർച്ചയിൽ? ഞാൻ പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ കേൾക്കി ചോദ്യം കേൾക്കി പറയൂ. അൻവർ 2011 ഏറനാട് മത്സരിക്കുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ആയിരുന്നോ? അല്ല, അവിടെ LDFന്റെ സ്ഥാനാർത്ഥി അഷ്റഫ് ഉണ്ടായിരുന്നു. 2700 വോട്ടാണ് കിട്ടിയത്.
PV അൻവറിനോ 48,000 വോട്ട് കിട്ടി. CPM അദ്ദേഹത്തെ അന്ന് മുതൽ താലോലിച്ച് കൊണ്ട് നടക്കുകയാണ്. ഈ 9 വർഷം നിങ്ങളെ കൂടെയായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെക്കുറിച്ചാണ് ചോദ്യം. ആഭ്യന്തര വകുപ്പ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പറയാൻ അങ്ങോട്ട് വരട്ടെ. RSS വൽക്കരണത്തിന് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ നമ്മൾ കച്ചവടത്തിൽ തെറ്റിയ പരാതി ഉണ്ടായി. ഒരു LDF MLA രാജിവെച്ച് വരുമ്പോൾ ഞങ്ങൾ എന്താ കാട്ടേണ്ടത്? സ്വാഭാവികം ജനാധിപത്യം സ്വാഗതം ചെയ്യും. പക്ഷെ സ്വഭാവം നിങ്ങളെ കൂടെ കിടന്ന ആൾക്കാരുണ്ട്. ഒടുവിൽ രാഷ്ട്രീയ വഞ്ചന കാട്ടിയോ? ആൾക്കാരുണ്ട്. ഏത് തമാശയും ചെയ്യും. എന്തും വിളിച്ചു ഒടുവിൽ രാഷ്ട്രീയ വഞ്ചന കാട്ടിയോ? അൻവർ അങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അൻവർ പറഞ്ഞത് മുഴുവൻ കണക്കിലെടുക്കുക. പിണറായി വിജയൻ അത് വേറെയല്ലേ? ഇതിലെന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കോ? പിണറായി വിജയനെ കുറിച്ച് അൻവർ പറഞ്ഞ മുഴുവൻ നിങ്ങൾ വിശ്വസിക്കോ? അൻവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. രാഷ്ട്രീയ ആരോപണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരോപണം സ്വാഗതം ചെയ്യുന്നു. അൻവറിന്റെ ആരോപണം സ്വാഗതം ചെയ്യുന്നു. അത് ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എന്ന് വെച്ചാൽ താങ്കൾ അത് വിശ്വസിക്കുന്നതല്ലേ? അല്ല, പിന്നല്ലാതെ ആരോപണം സ്വാഗതം ചെയ്യുന്നു. പോസിറ്റീവ് മൂഡ്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയാകണം, വനമന്ത്രിയാകണം. നിങ്ങൾ ഒരു മനുഷ്യരെ തലക്ക് സുഖമില്ലാതെ ആക്കി അങ്ങോട്ട് വിട്ടാല് അത് ഏറ്റെടുക്കുന്ന പണിയാണ്. അങ്ങനെയുള്ള ആളെ തേടി രാഹുൽ മാങ്കൂട്ടൻ രാത്രി പോയത് എന്തിന്? അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്തിന് രാഹുൽ പോയി? അങ്ങനെ ഉണ്ടാണെങ്കിൽ മഞ്ഞളാംകുടി അല്ലെങ്കിൽ MLA അതൊന്നുമല്ലല്ലോ. രാത്രിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരാളെ തേടി എന്തിനു പോയി? നിങ്ങൾ 9 വർഷം ഇവിടെ MLA ആയ ഒരാളെ അദ്ദേഹത്തോട് സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ സംസാരിക്കും, സഹകരണം തേടും. രാത്രിയിലോ പ്രതിപക്ഷ നേതാവ് പകല് പറഞ്ഞ എന്താണ്? ആ ചാപ്റ്റർ ക്ലോസ്ഡ്, വാതിലടച്ചു. പാർട്ടിയല്ല. പ്രതിപക്ഷ നേതാവിനെ അനുസരിക്കാതെയാണോ രാഹുൽ മാങ്കൂട്ടം പോയത് പാതിരാത്രിയിലോ? അതെങ്ങനെയാണ്? ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ ചർച്ചകളുണ്ടാവും. അർദ്ധരാത്രി സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് കേട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ചർച്ച അർദ്ധരാത്രിയിലോ? നിങ്ങൾ ഭരണം കിട്ടുമ്പോൾ നല്ലത് ചെയ്യ്, ആളുകൾ കൈയടിക്കും. ഈ സുഹൃത്തുക്കൾ എന്നോട് ദേഷ്യം പിടിച്ച എന്ത് കാര്യം? നിങ്ങൾ പിണറായി ദേഷ്യം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ UDF-നകത്ത് പ്രശ്നങ്ങളുണ്ടോ? UDF വോട്ടുകൾ ആകെ സമാഹരിക്കാൻ UDF-ന് കഴിയുമോ? LDF വോട്ടുകൾ വരികയും സ്വരാജിന് അധികമായി കിട്ടുന്ന വോട്ടുമാണോ നിങ്ങളുടെ പ്രതീക്ഷ? UDF-ൽ പ്രശ്നങ്ങളുണ്ടോ? UDF-ൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നപ്പോൾ പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന് ഒരു പ്രതിനിധി തങ്ങൾ അതിൽ പങ്കെടുത്തില്ല. അല്ല ഒരു തങ്ങളല്ല, അവിടെ കുറേ തങ്ങന്മാരുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നവരാണ്. ഇതൊക്കെ അല്ല, ഒരു തങ്ങൾ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞു. ഹജ്ജിന് പോകേണ്ട സമയത്ത് പോകണം. പോവാത്ത തങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയല്ല, ഇവിടെ നിന്ന് ഞാൻ പറയട്ടെ സുഹൃത്തെ, ഇവിടെ നിന്ന് കൂക്കിയ കേൾക്കണ ദൂരത്തുണ്ടായിട്ട് വന്നില്ല. ഒന്ന്. മറ്റൊന്ന്, ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഞങ്ങളൊന്നുമല്ല, ദേശാഭിമാനിയിൽ മാത്രം വന്ന വാർത്തയിൽ എന്നാൽ നിങ്ങൾ നിഷേധിക്കും, അത് അങ്ങനെയെന്ന് പറയും. ഇതൊക്കെ ഈ മലയാളത്തിൽ ഇപ്പോൾ 1, 2 അല്ല, 1-ലധികം ചാനലുകളിൽ വന്ന വാർത്ത. നോക്കൂ, ക്യാബിനറ്റിലെ രണ്ടാമനായിരുന്ന UDF-ലെ ഉമ്മൻചാണ്ടി കാലത്ത് UDF-ന് നേതൃത്വം കൊടുത്തിരുന്ന സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഉൾപ്പെടെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ടാണ് VD സതീശൻ ഇവിടെ പറഞ്ഞല്ലോ ഇപ്പൊ സതീശനിസമാണെന്ന് പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കൂടെ ആയിരിക്കും കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്ക്. ഇതൊക്കെ ഈ നിലമ്പൂരിലെ ജനത വോട്ടെഴുതും. ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് ചുട്ടികാരിവാൾ നക്ഷത്ര മലയാളത്തിലെ നോക്കൂ M സുരാജ് 23-ാം തീയതി ഈ സാധുക്കെ കൈരണ്ടില്ലാത്ത ചാനൽ തുറന്നു നോക്കണം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് മറ്റു ചാനൽ നോക്കണം. രാവിലെ തന്നെ ഒരേ റിസൾട്ടാ. എല്ലാ ചാനലിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്ന ഒരേ റിസൾട്ടാണ്. അത് ഏതായാലും വാർത്തയും റിസൾട്ടും കൃത്യമായി കൊടുക്കും. ഞങ്ങൾ കൊടുത്ത ഒരു വാർത്തയും ഞങ്ങൾക്ക് പിൻവലിക്കാൻ വന്നിട്ടില്ല. വാർത്തയിൽ നിലപാടോടെ ഏതായാലും ഷാക്കിർ പറഞ്ഞ പോലെ 23-ന് 19-ന്റെ പോളിംഗും അതുപോലെ 23-ന്റെ വോട്ടെണ്ണലും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കൈരളിയിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ ചുങ്കത്തറയിൽ നിന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഷാക്കിർ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ കാണാൻ ഇതാണ് ആവേശം, ഇതാണ് നിലമ്പൂരിന്റെ ആവേശം. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.